അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിപ്പം റമദാൻ മാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഖിറാഅത്ത് ഫസ്റ്റ് എ ടു സെറ്റ് ഓതുന്ന സമയമാണല്ലോ. പക്ഷെ നമ്മൾ നോർമലി ചിന്തിക്കുകയാണെങ്കിൽ സഹാബത്ത് അങ്ങനെ ഓതുന്ന സമയത്ത് അവർക്ക് അതിനെപ്പറ്റി ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഖുർആനെ പറ്റിയിട്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ മീനിങ് അത്ര അറിയുന്ന ആളുകളല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഖുർആൻ നമ്മൾ ശരിക്കും ഓതേണ്ടത് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് അല്ല ശരിക്കും പറഞ്ഞാൽ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷഹബാസ് പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും നമ്മൾ കേവലമായ ഒരു പാരായണം ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം മനസ്സിലാവുന്നില്ല, എന്താണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്ന് പോലും അറിയാനുള്ളൊരു ശ്രമം നടത്തുന്നില്ല. ആ രീതിയിൽ ഇങ്ങനെ ഓതിപ്പോവുക. റമദാനിൽ പൊതുവെ സാധാരണ രീതിയേക്കാൾ മാറിയിട്ട് നമ്മൾ ഖുർആനിന്റെ പാരായണത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് ഉള്ളത് തന്നെയാണ്. കാരണം പൂർവ്വസൂരികളായ പണ്ഡിതന്മാരൊക്കെ അവരുടെ ബാക്കി എല്ലാ ക്ലാസ്സുകളും ദർസുകൾ പോലും, ഇപ്പോൾ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാർ പോലും അവരുടെ നിലവിലുള്ള ദീനി ദർസുകൾ പോലും മാറ്റി വെച്ചിട്ട് ഖുർആൻ പാരായണത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷഹബാസ് പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു വിഷയമുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷ നന്നായിട്ട് വശമുള്ളവരാണ്. ഓരോ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോഴും ഈ ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ട വിഷയം എന്താണ്, ഇതിന്റെ സബബുൻ നുസൂൽ, ഇതിന്റെ അവതരണ പശ്ചാത്തലം, കോൺടെക്സ്റ്റ് എന്താണ് എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല. അപ്പോൾ വെറും പാരായണത്തിലേക്ക് മാത്രം ഒതുങ്ങാതെ ഖുർആന്റെ ഒരു ഡീപ്പ് ലെവലിലേക്ക് ഒരു വചനെങ്കിൽ ആ വചനം അത് നമ്മളിപ്പോൾ റമദാനിലാണെങ്കിലും കുറച്ച് സൂറത്തുകൾ, ചെറിയ സൂറത്തുകളാണെങ്കിലും പാരായണം ചെയ്യുന്നു, ഓതിപ്പോകണം. അത് ഞാൻ വേണ്ടെന്നല്ല, ഖത്മ് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പൊ സൂറത്ത് ഫാത്തിഹ മുതൽ നാസ് വരെ ഇങ്ങനെ കുറെ ഓതി 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 ഉണ്ട്. അതൊക്കെ ഖുർആനുമായിട്ട് നമ്മൾ നല്ലൊരു ടച്ച് ഉണ്ടാവാൻ അത് കാരണമാവും, സംശയമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഖുർആനുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക. അപ്പൊ നമുക്ക് എപ്പോഴാണ് അത് കൂടുതൽ ഉൾക്കൊള്ളുക? അപ്പൊ നമുക്കറിയാം, ഹറമിലെ ഇമാമുമാരൊക്കെ ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെ കരയുന്നുണ്ടാവും. നമ്മൾ ആ കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവർക്ക് എന്തോ ഉള്ളിൽ തട്ടിയത് കൊണ്ടാണ് കരയുന്നതെന്ന്. കാരണം ഓതി പോകുമ്പോൾ അവർക്ക് അതിന്റെ കറക്റ്റ് മീനിങ്ങും അതിന്റെ ആശയങ്ങളും എല്ലാം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് നമുക്ക് എന്തുകൊണ്ടാണ് ആ കരച്ചിൽ വരാത്തത്? സഹാബികൾ അങ്ങനെയാണ്, ഒരു വചനം ഇറങ്ങുമ്പോഴേക്ക് അവർക്കത് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. നമുക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ്? ആ ഭാഷ നമുക്ക് വശമില്ലാത്തത് കൊണ്ടാണ്. മാത്രവുമല്ല, ആ വചനത്തിൽ പ്രതിപാദിക്കപ്പെട്ട കാര്യം എന്താണ് എന്ന് അറിയാത്തത് കൊണ്ടാണ്. ആ വചനം അവതരിപ്പിക്കപ്പെടാൻ ഒരു പശ്ചാത്തലം ഉണ്ടാവും, ഒരു ചരിത്ര പശ്ചാത്തലം ഉണ്ടാവും. ആ ഒരു പശ്ചാത്തലം നമുക്ക് അറിയുന്നില്ല. അപ്പൊ അതും കൂടി അറിയുമ്പോൾ കൂടുതൽ ഖുർആനുമായിട്ട് വലിയൊരു ബന്ധം വരും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഓണം ഓതേണ്ടത് നമ്മൾ. കാരണം അള്ളാഹു താല തന്നെ ഖുർആനിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദിന്റെ 24-ാമത്തെ വചനത്തിൽ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവരെന്താണ് ഖുർആനിനെ പറ്റി ചിന്തിക്കാത്തത്, അവരുടെ ഹൃദയങ്ങൾക്ക് അവർ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ എന്ന്. അപ്പൊ ശരിക്ക് നമ്മൾ ഖുർആന്റെ ഒരു വചനം പഠിക്കുക, എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചില്ല, അതിലേക്ക് കൂടുതൽ സമയം നമ്മൾ മാറ്റി വെക്കണം, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നാണ് ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പണ്ഡിതന്മാരെല്ലാം ആ രീതി തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്, നമുക്ക് കാണാൻ പറ്റും.